ഹേയ്, അങ്ങനെ നമ്മൾ തുടങ്ങാണ് ഒരു യാത്ര, ചെറിയൊരു യാത്ര. വേറെ കൊണ്ടല്ല, ഇന്ന് നൈസായിട്ട് നമ്മൾ ബസ്സിൽ പോവാന്ന് വിചാരിച്ചു. പിന്നെ അത് ക്യാൻസൽ ചെയ്തു. നമ്മൾ ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ സീനില്ലല്ലോ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൽ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് DLR സ്റ്റേഷനാണത്. പീസ്ഫുള്ളാണ്, വേറെ സീനൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നേരെ വരാ, ടാപ്പ് ചെയ്യുക. ഇതിലാണ് നമുക്ക് പൈസ ടാപ്പ് ചെയ്യുന്ന സ്ഥലം. നമ്മുടെ ഡെബിറ്റ് കാർഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ ടാപ്പ് ചെയ്യുക. ഇതൊരു സൗണ്ട് വന്ന് ഓക്കെ ആയി, ഒരു ഗ്രീൻ ലൈറ്റ് വന്നു. ലിഫ്റ്റൊക്കെ കംപ്ലൈൻ്റ് ആണ്. സീനൊന്നുമില്ല, നമ്മളോട് നടക്കാം. 3-4 ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും മോളിക്ക് എത്തട്ടെ, എന്നിട്ട് കാണാം. ഇങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ഇതാണ് സ്റ്റേഷൻ. ഇതാണ് ഇവിടെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോർഡുണ്ട്. ആ ബോർഡിൽ നമുക്ക് ട്രെയിനിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കും. പിന്നെ എന്തെങ്കിലും സർവീസ് മുടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ക്യാമറയുടെ ഇതൊന്നുമുണ്ട്. റേറ്റിങ്സ് കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി ട്രെയിൻ വരാൻ 3 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. കണ്ട, അതുപോലെയാണ് നമ്മുടെ ട്രെയിൻ. ഇതുപോലത്തെ ഇപ്പുറത്തുനിന്ന് വരും, ഈ സൈഡിൽ നിന്ന് വരും, അപ്പുറ സൈഡിലുള്ളതാണ്. ഇതുപോലത്തെ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വെസ്റ്റ് ഹാം എന്നാണ് സ്ഥലത്തേക്ക് പോകുന്നത്. അത് നമ്മുടെ ഫുള്ള് മലയാളീസും ഇന്ത്യൻസൊക്കെ കണ്ടമാനം വാഴുന്നൊരു സ്ഥലം എന്ന് തന്നെ പറയാം. ഇവിടെ നമുക്ക് കയറാൻ ഫസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് വേറെ സ്റ്റേഷനിലേക്ക് ഈ ട്രെയിനിൽ ഡ്രൈവർ ഇല്ല കേട്ടോ. ഇത് ഓട്ടോമാറ്റിക്കാണ് ഇവിടെ റണ്ണിങ്. നൈസാണ് ഇവിടെ. അവിടെ നോക്കിയേ, അത് കേബിൾ കാർ എന്ന് പറയും. അതും ഇവിടുത്തെ ഒരു ട്രാൻസ്പോർട്ടിങ് സിസ്റ്റം തന്നെയാണ്. ട്രെയിനൊക്കെ പോലെ തന്നെ വേറൊരു സ്ഥലത്തേക്ക് നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് ചെറിയ പുഴു വരുന്ന പോലെ ചെറിയൊരു വണ്ടിയില്ലേ, കുഴപ്പമൊന്നുമില്ല. കാണാനൊക്കെ നേരെ ക്യൂട്ടാണ്. കാസർഗോഡ് എന്ന് പറഞ്ഞ ട്രെയിനാണ്. നമുക്ക് ഇഷ്ടമില്ല ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇഷ്ടമില്ല. അവിടെ കയറണം. തിരക്കൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഒരു സീറ്റ് കിട്ടുകയാണെങ്കിൽ നൈസായിരുന്നു. മുന്നിലങ്ങനെ സീറ്റുണ്ട്. ബസ് കയറി കഴിഞ്ഞാൽ തിരക്കും. ഓടിക്കാൻ പോകാണെന്ന് കുഴപ്പമില്ല. ഫ്രണ്ടിലിരിക്കുന്നവരും അപ്പുറത്തെ ട്രെയിനിലുള്ള ആൾക്കാർക്ക് നമുക്ക് കാണാം. നൈസാണ്. ഇത് കണ്ട, ഇവിടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുക. അതാണ് നമ്മൾ പറഞ്ഞ മറ്റേ കേബിൾ കാറിൻ്റെ അവിടേക്ക് അവിടെ പോയി ഇറങ്ങും. അല്ല, ആൾക്കാർക്ക് സർവീസ് കാണാൻ മാണാണ്. നമുക്കൊരു സംഭവം അത് നൈസാക്കണ്ട. അത് വലിയൊരു ഫ്ലോറിൽ ഈ പറഞ്ഞ പോലെ മോളിലൂടെ ഷീറ്റ് പോലെ സാധനം അടിച്ചു. അതിൻ്റെ മോളിലൂടെ ആൾക്കാർ നടക്കൂട്ട പല ദിവസം. അതൊക്കെ നൈസാണ്. ആ പൂങ്ക് റിവറാണ്, റിവർ എന്ന് പറയും. നമ്മളിത് അങ്ങനെ ഒരു സ്റ്റോപ്പ് എത്തി. കാനിങ് ടൗൺ എന്നാണ് സ്റ്റോപ്പിൻ്റെ പേര്. ഇവിടുന്ന് നമുക്ക് 2 സ്റ്റോപ്പ് ആയിട്ട് മാറി കയറണം. നമ്മുടെ വെസ്റ്റ് ഹാം ഇറങ്ങിയിരിക്കുന്നു. ഇവിടെ നിന്ന് നടന്ന് വീണ്ടും കയറണം. ഇവിടെ എല്ലായിടത്തും ഭയങ്കര സ്റ്റെപ്പുകളാട്ടോ.
അപ്പോൾ ശബരിമല ഓർമ്മ വരാം. നമുക്ക് ഈ സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിനൊക്കെ ഇതിലിപ്പോൾ കാണിച്ചിട്ട് അണ്ടർഗ്രൗണ്ട് നാഷണൽ റോയിലാണ്. പക്ഷെ നമുക്ക് വേഗത്തിൽ നടന്നിട്ട് വേറെ ഇതിലേക്ക് മാറിക്കാം. ഞാൻ സ്റ്റെപ്പ് ഉണ്ട്, ചില്ലറ സ്റ്റെപ്പല്ല. വെള്ളമൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ പോർഷനൊക്കെ വെച്ചിട്ട് നമ്മൾ നാട്ടിലത്തെ പോയിട്ടുണ്ടല്ല. മാർക്കിങ് കാര്യങ്ങളൊക്കെ ചില്ലറ. ആ അതന്നെ ഹേമസ്മിത്ത് സിറ്റി ഡിസ്ട്രിക്ട് ലൈൻ അതാണ് ആവശ്യം പോകുന്നത്. ദേവേഷനൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ആരും കിട്ടുന്നില്ല. നമ്മളെ പോലെ തന്നെ തിരക്കുള്ളവരല്ലേ. ഫേമസ് സിറ്റി ലെഫ്റ്റ് ലിഫ്റ്റിന് സിമ്പിൾ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്, പക്ഷെ എന്ത് ലിഫ്റ്റ് വർക്ക് ഓ ഇതൊക്കെ അവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ വെച്ചു കേട്ടോ ഈ എസ്കലേറ്ററൊക്കെ. ഓ എൻ്റെ മോനെ എത്തിയിട്ടില്ല. ഞാൻ തിരിച്ചിറങ്ങിയപ്പോൾ എത്തുന്നു. നടക്കണം. ഇതൊക്കെ പഴയ ബിൽഡിങ് കേട്ടോ. നമ്മൾ സ്റ്റീവറ്റൊക്കെ വെച്ചിട്ട് എന്താ പഴയ സെറ്റപ്പ്. ഇത് 1700 കാലഘട്ടത്തിൽ ഒരു പണിത് തന്നുണ്ടോ. അങ്ങനെ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഓ അത് പോയി നമ്മുടെ അടുത്ത കളി. നമുക്ക് വീണ്ടും കപ്പ ശബരിമല ഓടിച്ച് നടന്നെത്തണം. വെസ്റ്റ് ബൗണ്ട് പ്ലാറ്റ്ഫോം നമ്പർ 1 സെൻട്രലുണ്ട്. ഈസ്റ്റ് ബൗണ്ട് പ്ലാറ്റ്ഫോം നമ്പർ 2 പാർക്കിംഗ് ഓഫീസ്. നമുക്ക് അങ്ങോട്ടാണ്. നമ്മുടെ മാപ്പ് വരുന്നത് ഇതാണ്. നമ്മൾ വെസ്റ്റ് ഹാമിലാണ്. ഇവിടുന്ന് നേരെ പാർക്കിംഗ് ഈസ്റ്റ് ഹാമിൽ ഇറങ്ങുന്നുണ്ട്. ആ ഓ അതൊക്കെ നൈസാട്ടോ. അത് നാഷണൽ റെയിലാട്ടോ. എന്ന് പറഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് പോകുന്ന ട്രെയിനുകളാവുന്നത്. നമ്മൾ പോകാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു ട്രെയിനാണ്. ഇത് അത്യാവശ്യം നീളമുണ്ട്, വലിയ ട്രെയിനാണ്. ആ നമ്മുടെ ട്രെയിൻ കഴിഞ്ഞ് 2 മിനിറ്റുണ്ട്. മിനിസ്റ്റർ ബാർക്കിംഗ് മിനിസ്റ്റർ ട്രെയിനിൽ പോയാലും നമുക്ക് ഇറങ്ങാം, ബാർക്കിങ്ങിൽ പോയാലും ഇറങ്ങാം. ആ ഇപ്പം എത്തും തോന്നുന്നുണ്ട്. നമ്മൾ അതിൽ നേരില്ല എന്ന് പറഞ്ഞു. ഇവിടുന്ന് നമ്മൾ നേരത്തെ വീഡിയോ കണ്ട പോലെ 3 സ്റ്റോപ്പാണ്. 2 സ്റ്റോപ്പ് എന്തെങ്കിലും ഉള്ളൂ. വിഷ്വലാണ്. ഇതൊക്കെ ഭയങ്കര ശാന്തത കേട്ടോ. ആരും കാണാനില്ല പുറത്തുള്ളൂ. നാട്ടിലെ പോലെ ഹർത്താൽ എന്തെങ്കിലും. ഈ ഓട്ടം ഈ പറഞ്ഞ പോലെ ഈ വിൻ്റർ തുടങ്ങുന്നതിന് മുമ്പ് ജലകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കളർഫുള്ളാണ്. മഞ്ഞും ചോപ്പിയൊക്കെ കളറുകളാണ്. നമ്മുടെ ട്രെയിനാണ്. ഇതിലെങ്ങനെയാണ് തിരക്കുക. ഇതിൽ ഡ്രൈവറുണ്ട് കേട്ടോ. അത് ഫ്രണ്ടിൽ തന്നെ കെട്ടിയിരിക്കുന്നു. ഇതിൻ്റെ ആക്കളല്ലേ ചില്ലാണ് വരണത്. അതിൽ ഇരിക്കുക, അങ്ങനെ ഫിറ്റിട വണ്ടി പോവുക. ഇത് ഭയങ്കര ശമ്പളമാണെന്ന് പറയുന്നത്. ആദ്യം ആൾക്കാരൊന്നുമില്ല, ചില്ലാണ്, കുഴപ്പമില്ല. ഇവിടെ പക്ഷെ നമുക്ക് പ്രഷ് ചെയ്യൊന്നും വേണ്ട. ഓട്ടോമാറ്റിക് വരും. This is West Ham. Barking has no step-free access eastbound due to planned lift maintenance. എല്ലാ സ്റ്റേഷൻസും പഴയ ബിൽഡിംഗ് പോലെ പഴയൊരു കാലം പോലെ. ഇഷ്ടം എത്തിയിരിക്കും. ഇഷ്ടമായിട്ട് അടിപൊളി വീഡിയോ ചെയ്തിട്ടായിരുന്നു. റഫ് വീഡിയോ ഒരു റഫായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് അങ്ങനെ ഇവിടെ സ്ഥലം മലയാളീസായിരിക്കും. അവർക്കറിയാം. കാരണം കുറേ പേര് നമ്മുടെ സൗണ്ട് കേട്ട് നോക്കുന്നുണ്ട്. ഓ ഇവിടെ കണ്ട നമ്മൾ ടാപ്പ് ചെയ്താലും കാർഡ് ടാപ്പ് ചെയ്താലാണ് ഇത് തുറക്കുന്നത്. ഇറങ്ങി പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ആ അതേ സ്ഥലത്ത് കണ്ടോ ഹൈദരാബാദ് പാരഡൈസ്. നമ്മുടെ ഇന്ത്യൻ സ്പൈസസ് കറികളിലൊക്കെ മണം.
അയ്യോ മറ്റേത് പറഞ്ഞ പോലെ ഇത് ഗൾഫല്ല മോനെ, ഇത് ഗൾഫല്ല. എന്താ കാണുന്നേ? ഇവിടുത്തെ നൈസൊരു ഷോപ്പാണ്. സബ്വേ ഇല്ല, സാധാരണക്കാരൻ്റെ കട ലിഡിൽ സൂപ്പർ മാർക്കറ്റ്. ഇവിടെ ഭയങ്കര പ്രൈസ് കുറവാണ് കേട്ടിട്ടുണ്ട്. നൈസാണ്. ഒരു ലാസ ബിരിയാണി, സിദ്ധി, ഓ ചില്ല്, ഇത് നൈസാണ്. ഓ മൊത്തം ലണ്ടൻ കൂടല്ല പറഞ്ഞ പോലെ, നാട്ടിലൊന്ന് ഡെവലപ്പ് ആയിട്ട് നടക്കുന്നത് കൂടാണ്. ഒരു നാട്ടിലെ പോലെ ചായ കുടിക്കുന്നുണ്ട്. ആ ചായക്കടയൊക്കെ ഉണ്ട്. ആ ചായക്കട, ബജ്ജി, അതൊക്കെ ചോദിച്ചിട്ടാണ് ഇഷ്ടമായി. നമ്മുടെ മുത്തൂറ്റ് ഞാൻ ഇത്തിരി വേഗം നടക്കുന്നത് വേറെ ഒന്നല്ല, എനിക്ക് സ്ഥലത്തേക്ക് എത്തണം. ഞാൻ പറഞ്ഞു ഞാൻ വേറെ ഒരു ദിവസം നമുക്ക് ഇത് ഇങ്ങനെ വിശാലമായിട്ട് വീട്ടിലെടുക്കാം. അതൊരു ജസ്റ്റ് കവർ പറയാം. എനിക്ക് ഒരു പാണ്ഡ്യാസ് ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാം. അതൊക്കെ ബസ് ഇത് നമ്മൾ അതേ ട്രെയിൻ സെറ്റപ്പ് തന്നെയാണ്. അതിനുള്ളിൽ കയറാം, നമ്മുടെ കാർഡ് ടാപ്പ് ചെയ്യാം, വേറെ ഒന്നുമില്ല. റോയൽ ഇങ്ങനത്തെ ബീച്ച് ഷോപ്പ് അടിപൊളിയാണ്. സിക്കോ സൂപ്പർ മാർക്കറ്റ്, ഗോൾഡിലോ നമുക്ക് പിന്നെ എപ്പോഴും ആവശ്യമുള്ളൂ. നമ്മൾ മലയാളീസിൽ ഗോൾഡിലോ വലിയൊരു വെച്ചിട്ടുണ്ട്. മനസ്സിലായി മലയാളികൾ കൂടുതലുള്ള സ്ഥലമാണ്. കുറ്റം പറയുന്നതല്ലാട്ടോ, വലിയൊരു ബിരിയാണി വന്നിട്ട് ഒരു രസം തെറ്റന്നല്ലോ, ആളുകളല്ലേ. ഓ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. സ്ട്രീറ്റ് ചിക്കൻ ബിരിയാണി 3.5 പൗണ്ട്. ഓ 3.5 പൗണ്ട് നാട്ടിൽ ഏകദേശം ഒരു 400 താഴെ, 350-400 ഇടയില്. ഇവിടെ 3.5 പൗണ്ടിനൊക്കെ അറിയാൻ നമുക്ക് നൈസാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്ത ഒരു ഫുഡിൻ്റെ പൈസ വരുന്നുള്ളൂ, അത്രയും വരില്ല. നമ്മുടെ മുളക് ബജ്ജി, ജിലേബി, സമൂസ, അല്ല നമ്മളെ ട്രെയിൻ എങ്ങോട്ടൊക്കെ കൊണ്ടുവന്ന ശരിക്കും പറഞ്ഞാൽ നാട്ടിക്കാണോ? ശരിയാടാ, വിസിറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് നമ്മുടെ ഇന്ത്യൻസിന് എല്ലാവർക്കും. ലണ്ടനിലല്ല UK വീട്ടിലുള്ളവരെയിലൊന്ന് വന്നു കഴിഞ്ഞ് ഒരു ദിവസം വന്ന് പറഞ്ഞ പോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മുടെ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇങ്ങനെ ഉച്ചയ്ക്കൊക്കെ കഴിച്ച് ലണ്ടനൊക്കെ കറങ്ങി തിരിച്ചു വന്ന് വീണ്ടും എടുത്ത് ഭയങ്കര ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വളരെ ഇഷ്ടമൊക്കെ ഉണ്ട്. നൈസാണ്. അതെ ഫ്രൂട്ട്സൊക്കെ വെച്ചാൽ മാർക്കറ്റും കൂടി ഞാൻ തോന്നുന്നു. വെജിറ്റബിൾസ്, ഹാലിഫാക്സ്, അത് പുറത്തൊരു ബാങ്കാണ്. ഈ ഡോണർ കബാബ്, ഈസ്റ്റേൺ ഫ്രഷ് ഫിഷ് കട, ഹലോ മമ്മി, പൊളി എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. നമ്മളെ ഇന്ത്യൻ സാധനങ്ങളൊക്കെ അല്ലേ. നമ്മുടെ ഒരു വീഡിയോ എന്തായാലും ചെയ്യാം ഫുള്ളായിട്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം മേലെ വേണം നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലൊക്കെ. കാരണം അത്ര അധികം ഷോപ്സ് ഉണ്ടല്ലോ. ഇവിടുത്തെ ഒരു അടിപൊളി സംഭവം സെൽസ്. അത് നമുക്ക് സെക്കൻഡ് ഫോണുകൾ മേടിക്കാം, ലാപ്ടോപ്പ് എല്ലാ സ്ഥലത്തും മേടിക്കാം. അവർക്ക് തന്നെ തിരിച്ച് വിൽക്കാം, അവരെന്നെ വാറണ്ടി തരും. ബാർഗെയിൻ വേൾഡ്, ഇതാണ് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞ കട. നമ്മുടെ എല്ലാ പാത്രവും സാധനങ്ങളൊക്കെ കിട്ടും.
പൗണ്ട് ലാൻഡ്. ഇത് നമ്മുടെ പാവപ്പെട്ടവൻ്റെ തുണിക്കട എന്നറിയപ്പെടുന്നതാണ് പ്രൈമാർക്ക്. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്, റേറ്റും കുറവാണ്. നമുക്ക് സാധാരണക്കാർക്ക് മേടിച്ചില്ലാണ്ടല്ല. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എക്സ്പെൻസാണ്. ഡ്രസ്സിനൊക്കെ ഭയങ്കര എക്സ്പെൻസ് ആയിരുന്നു. ഡിസ്കൗണ്ട് ഹോം സ്റ്റോർ. ഒരു മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പച്ചക്കറി സാധനങ്ങളൊക്കെ വിൽക്കേണ്ടത് സ്ട്രീറ്റ് ആണെന്ന് തോന്നുന്നു. ടെസ്കോ, ഇത് ഇവിടുത്തെ ഒരു പേര് കേട്ട സൂപ്പർ മാർക്കറ്റാണ്. ഈ മാർക്കറ്റ് പ്ലേസ് അടിപൊളിയാണ്. ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല, മാർക്കറ്റ് പ്ലേസ് അടിപൊളി. അതിനുള്ളിൽ കുറേ നമ്മുടെ മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. കണ്ടതാണ് ഇത് നമ്മുടെ ഒരു മലയാളി കേട്ടോ. ഞാൻ അവരത് കണ്ടില്ല. സ്പൈസ് പാനിപ്പൂരി, ആരോമ, ഹണി കേക്ക്. ഇതിനുള്ളിൽ ഫുള്ള് നമ്മുടെ മലയാളി റെസ്റ്റോറൻറ്റ്സ് ആട്ടാ. ചായക്കട, കുറച്ച് സംഭവങ്ങളുണ്ട് അതിനുള്ളിൽ. ഇതാണ് നമ്മുടെ ഇസ്റ്റാം എന്ന് പറയുന്ന സംഭവം. സംഭവം ശരിയാണ്. നമുക്ക് വന്ന് ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്ത് ഫുഡൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ അടിച്ച് ഒന്ന് സെറ്റ് ആവാനുള്ളൊരു സ്ട്രീറ്റിൽ നിന്ന് മാറിയപ്പോൾ ഇവിടെ എന്തൊരു പീസ്ഫുള്ളായി. ശാന്തമായി ശാന്തം. പക്ഷെ നല്ല രസമുണ്ടല്ലേ ഈ പറഞ്ഞ പോലെ ട്രീസൊക്കെ കാണാൻ. ഞാനേ എൻ്റെ ഗിംബിലെടുത്തില്ലേ, അതുകൊണ്ട് ഈ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ. പിന്നെ നമ്മുടെ ചാനലിൽ ചിലപ്പോൾ ഇതൊരു ആദ്യത്തെ വീഡിയോ ആയിരിക്കാം. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റിൽ പറയണ പോലെ ബെല്ലൈക്കൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തുക. ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമ്മുടെ ഈ പുതിയ വീഡിയോസ് വരും. ഇങ്ങനെ സിമ്പിളായിട്ടുള്ള വീഡിയോസ് വരും. ഒരു ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒന്ന് അതിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറേ വീഡിയോ അതിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇസ്ലാമിന് എന്തായാലും ഒരു ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. കാരണം നമ്മുടെ യു കെയിൽ വന്നിരിക്കുന്ന എല്ലാ മലയാളീസിനും ഒക്കെ ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇസ്ലാം. മഴയുണ്ടെന്ന് തോന്നുന്നുണ്ട്, ചെറിയ തണുപ്പായി തുടങ്ങി ഇവിടെ. അങ്ങനെ ശരി ഗൈസ്. അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ പീസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ, ഒരു ഫാസ്റ്റ് വീഡിയോയുടെ കഴിയാണ്. സിമ്പിള് ഒരു ട്രാവലിംഗ് വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല. വെറുതെ നമ്മൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. ഇവിടുത്തെ സ്കൂളാട്ടാ. സ്കൂളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ക്യാമ്പസൊക്കെ എന്നാ ലുക്കിൽ. എന്താ ചെയ്യുക, നമ്മുടെ സ്കൂൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ പഠിച്ച സ്കൂളൊക്കെ പൊളിയായിരുന്നു, കുറ്റം പറഞ്ഞല്ല. അപ്പം ശരി, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. See you in our next video. Bye. See you guys.